നല്ല ചൂടുള്ള ചായ കുടിക്കാൻ നല്ല സുഖമാണ്. കൈകൈ ഇപ്പം മരവിച്ചിരിക്കുകയാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ ചൂട് ചായ നല്ല ഇഞ്ചിയും മസാലയൊക്കെ ഇട്ട ചായയാണ്, അപ്പോൾ നല്ല രുചിയുണ്ട് ചായ കുടിക്കാൻ. നല്ല ചൂട്, പക്ഷേ ഇത് ഒരു 1-2 മിനിറ്റിൽ ചായ മൊത്തം തണുക്കും, അത്രയ്ക്കും തണുപ്പുണ്ട് ഇപ്പോൾ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയ പർവ്വതങ്ങൾ കാണാനും അവിടുത്തെ ജീവിതങ്ങളെ മനസ്സിലാക്കാനും വേണ്ടിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു മണാലി. രാവിലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിനടുത്തു നിന്നും ഒരു ഇന്നോവ കാർ വാടകയ്ക്ക് എടുത്തിട്ട് റോത്താങ് പാസിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഹിമാചൽ പ്രദേശിൽ വൻ നാശനഷ്ടമാണ് വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്നത്. ബിയാസ് നദി കര കവിഞ്ഞൊഴുകി മണാലി പോലുള്ള പല സ്ഥലങ്ങളെയും കാർന്നെടുത്തിരിക്കുന്നു. റോഡിന്റെ തിട്ടയ്ക്കുള്ള വൻ കോൺക്രീറ്റ് ബ്ലോക്കുകളെ പോലും ബിയാസ് നദി കവർന്നെടുത്തിരിക്കുന്നു. അത്രയ്ക്കും ശക്തമായ വെള്ളപ്പൊക്കമായിരുന്നു ഇവിടെ ഉണ്ടായത്. മണാലിയിൽ നിന്നും 60 കിലോമീറ്റർ ദൂരെയാണ് റോത്താങ് പാസ് സ്ഥിതി ചെയ്യുന്നത്. കാറിൽ ഏതാണ്ട് 3 മണിക്കൂർ സമയമെടുക്കും ഇത്രയും ദൂരം പിന്നിടാൻ. 2025 ദീപാവലി അവധി ദിവസങ്ങളിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് വഴിയിൽ വലിയ ട്രാഫിക് ഒന്നും കണ്ടില്ല. നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് റോത്താങ് പാസിലേക്ക് പോകുന്നതെങ്കിൽ ഗ്രീൻ പാസ് പെർമിഷൻ എടുത്തിട്ട് വേണം റോത്താങ് പാസിലേക്ക് പോകുവാൻ. 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഒരു ദിവസം കുറച്ച് വണ്ടികൾക്ക് മാത്രമേ ഗ്രീൻ പാസ് പെർമിഷൻ സാധാരണ കൊടുക്കാറുള്ളൂ. മണാലിയിൽ നിന്നും ഒരു ടാക്സി ഹയർ ചെയ്തിട്ട് റോത്താങ് പാസിലേക്ക് പോകുന്നതാണ് ഏറ്റവും അഭികാമ്യമായ വഴി. 7000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മണാലിയിൽ നിന്നും 13000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റോത്താങ് പാസിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അത് മാനേജ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ടാക്സി ഏറ്റവും സേഫായ മാർഗമെന്ന് ഞാൻ പറഞ്ഞത്. റോത്താങ് പാസിലെ ചെക്ക് പോയിന്റ് പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും റോഡിന്റെ ഇരുവശവും മഞ്ഞിങ്ങനെ കൂമ്പാരമായി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ പേര് റാണി നാള എന്നാണ്. നാള എന്ന് പറയുമ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. 2 സൈഡിൽ ഇങ്ങനെ ഐസിന്റെ കൂമ്പാരങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും നിർത്തി ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതെ, ആ വിൽസ ആ വ്യൂ നോക്കി, മൈ ഗോഡ്, അമേസിങ് വ്യൂ. യാത്രയിൽ സാഗു വാലിയാണ് അതിൽ കാണുന്നത്. അച്ഛാ, സാഗു ഇവിടെ റോത്താങ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ പൂജ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് പറയുന്നത്. മൈ ഗോഡ്, അമേസിങ് ബ്യൂട്ടി. നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ്. ഇത് കണ്ട് നമ്മളിങ്ങനെ ഇരുന്നു. അത്രയ്ക്കും സൗന്ദര്യമാണ് ഈ മലനിരകൾക്ക്. റോത്താങ്ങിലേക്കുള്ള വഴിയിൽ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തതാണ്. എൻ്റെ പുറകിൽ ഹിമാലയ പർവ്വതം അങ്ങനെ തൻ്റെ മൊത്തം ശക്തിയോടെ നിൽപ്പുണ്ട്. കണ്ടില്ലേ, കാഴ്ചകൾ നമ്മൾ കണ്ടു തുടങ്ങി. ഇതിങ്ങനെ അവസാനിക്കാത്ത കാഴ്ചകളാണ്. പുതിയ മഞ്ഞിങ്ങനെ വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചില ഭാഗത്തൊക്കെ നല്ലപോലെ മഞ്ഞ് വീണിട്ടുണ്ട്. വാക്കുകൾക്ക് അതീതമായ സൗന്ദര്യമാണ് ഹിമാലയത്തിൻ്റെത്. അത് പറഞ്ഞാലും തീരത്തില്ല. അത് കണ്ടിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ മനസ്സും ശരീരവും ഒക്കെ കണ്ടിട്ട് വല്ലാത്തിങ്ങനെ ആസ്വദിക്കുകയാണ്. ഇതാ ഇവിടെ കഴിക്കുവാൻ കുറേ ജോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് മാഗിയോ അല്ലെങ്കിൽ ഒരു സൂപ്പൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ശരത്കാലത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പുതിയ മഞ്ഞുവീഴ്ച തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിലെ ഈ മഞ്ഞ് കാണാൻ നല്ല രസമാണ്. തൂവെള്ള നിറമുള്ള മഞ്ഞിൻ കൂട്ടം. ഒക്ടോബർ മാസം പകുതിയാകുമ്പോഴേക്കും റോത്താങ് പാസിൽ
മഞ്ഞുവീഴ്ച തുടങ്ങും. മഞ്ഞുവീഴ്ച തുടങ്ങി ഏതാണ്ട് 1 മാസം കഴിയുമ്പോഴേക്കും ഈ വഴിയുള്ള യാത്ര പൂർണ്ണമായും നിരോധിക്കും. ഞങ്ങളങ്ങനെ റോത്താം പാസിനോട് അടുക്കുകയാണ്. പർവ്വതങ്ങളെയെല്ലാം വെളുത്ത മഞ്ഞ് മൂടിയിരിക്കുന്നു. റോഡിന്റെ ഇരുവശവും വീണുകിടക്കുന്ന മഞ്ഞിലൂടെ യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. യാത്ര തുടങ്ങി ഏതാണ്ട് 3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ റോത്താം പാസിലെത്തി. റോഡിന്റെ ഇരുവശവും വണ്ടികൾ അങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. പുതിയ മഞ്ഞായതുകൊണ്ട് ബ്ലാക്ക് ഐസിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞിലിറങ്ങി ആൾക്കാർ കളിക്കുന്നുണ്ട്. ഞങ്ങളും റോഡിന്റെ അരികിൽ വാഹനം നിർത്തി മഞ്ഞിലേക്ക് ഇറങ്ങി. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരികെ പോകാനാണ് ഞങ്ങളുടെ പരിപാടി. ഐസിലൂടെ കുറെ ദൂരം സഞ്ചരിക്കുവാൻ സ്നോ മൊബൈൽ പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വന്നിരിക്കുന്ന സഞ്ചാരികളിൽ പലരും ഈ സ്നോ മൊബൈലിൽ കയറി ചെറിയ ഒരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വരുന്നു. മഞ്ഞ് വീണ് കിടക്കുന്ന ഹിമാലയ പർവ്വതങ്ങൾ കാണാൻ തന്നെ ഭയങ്കര സൗന്ദര്യമാണ്. പ്രായം മറന്നുകൊണ്ട് ഞങ്ങളും മഞ്ഞുവാരി മുകളിലേക്കും താഴേക്കും പരസ്പരവും ഒക്കെ എറിഞ്ഞ് കുറെ നേരം കളിച്ചു. റോത്താം പാസിലിപ്പോൾ നല്ല ഫ്രഷ് ഐസ് വീണിട്ടുണ്ട്. ഇത് നടക്കുന്നത് താന്ന് പോകണം. വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ താഴെ വീഴും. കണ്ടില്ലേ, ഫ്രഷ് ഐസാണ്. കുറേ ഐസ് കൂടെ നടന്നിട്ട് നമ്മളിങ്ങോട്ട് മാറുകയാണ്. അല്ലെങ്കിൽ എന്താ സ്നോഫാൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മിക്കവാറും സ്നോഫാൾ ഉണ്ടാകും. സ്നോ ഫാളിങ് ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്നോ വീഴുന്നുണ്ട്. കാര്യം എല്ലാം സ്നോ ആയി. ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ മഞ്ഞ് വീഴാൻ പോവാണ്. ഇതാ ഇവിടെ എല്ലാം ഇങ്ങനെ വീഴുന്നുണ്ട് സ്നോ. ഇതൊക്കെ കാണാൻ സ്നോ വീഴുന്നത് പറഞ്ഞ് അനുഭവിക്കാൻ പറ്റാത്ത അനുഭവമാണ്. മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. എൻ്റെ കൂടെ ബാംഗ്ലൂരിൽ നിന്നും വന്ന വിൽസനും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഉള്ളത്. അവർക്കൊക്കെ ഇത് പുതിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോൾ ചെറിയ മഞ്ഞുവീഴ്ചയും തുടങ്ങി. അതും ആസ്വദിച്ചിട്ട് മടങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഐസ് വീഴാണ് കണ്ടില്ലേ. വിൽസന്റെ കയ്യിലും ദേഹത്തും എല്ലാം ഐസ് ഇങ്ങനെ സ്നോ ഫ്ലേക്സ് ഇങ്ങനെ വീഴ് തെറിക്കുന്നുണ്ട്. റോത്താം പാസിൽ അങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി അധിക നേരം നിന്നാൽ ഒരുപക്ഷെ മഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെടുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ ജവഹർ ടണലിലൂടെ തിരിച്ച് മണാലിയിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. മടക്കയാത്രയിലും എവിടെയും മഞ്ഞുമൂടിയ മലകളാണ്. ഈ യാത്ര ഒരിക്കലും അവസാനിക്കരുത് എന്ന് അറിയാതെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചു പോകും. കോസ്കർ എന്ന ചെറിയൊരു ഹിമാലയൻ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കോസ്കറിലാണിപ്പോൾ. അവിടെ മഞ്ഞുവീഴ്ച ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സമയം ഏതാണ്ട് 4 മണിയായിരിക്കുന്നു. ചെറിയൊരു ലഞ്ച് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് ഞങ്ങൾ മടങ്ങുകയാണ്. വഴിയുടെ ഇരുവശവും
മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയ പർവ്വതങ്ങൾ തന്നെ. റോത്താം പാസ് ചുരത്തിലൂടെ നേരത്തെയൊക്കെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും മഞ്ഞുള്ള സമയത്ത് ആദ്യമായാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മണാലിയിൽ നിന്നും ഒരു ടാക്സി ഹയർ ചെയ്ത് റോത്താം പാസിലൂടെയൊക്കെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചത്. പലപ്പോഴും ബ്ലാക്ക് ഹെയർസൊക്കെ റോഡിൽ കാണും. അതിൽപ്പെട്ട് തെന്നി വണ്ടി താഴ്വരയിലേക്ക് മറിയാനുള്ള സാധ്യത അധികമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു എക്സ്പേർട്ട് ഡ്രൈവറിനെ ഹയർ ചെയ്തിട്ട് ഈ യാത്ര പൂർത്തിയാക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത്. റോത്താം പാസ് സന്ദർശിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലോ അല്ലെങ്കിൽ മാർച്ച് തൊട്ട് ജൂൺ വരെയുള്ള പീരീഡോ ആണ്. ഈ സമയത്ത് ധാരാളം മഞ്ഞ് കാണും. ഒക്ടോബർ മാസത്തിൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മഞ്ഞ് വീഴ്ച ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം യാത്ര തുടങ്ങുക. അതുപോലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ റോത്താം പാസ് ചുരം തുറന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം യാത്ര ചെയ്യുവാൻ. അല്ലെങ്കിൽ മണാലിയിൽ പോയിട്ട് നമുക്ക് തിരികെ മടങ്ങേണ്ടി വരും. മടക്കയാത്രയിൽ നേരത്തെ പറഞ്ഞതുപോലെ 10 കിലോമീറ്ററോളം നീളമുള്ള ജവഹർ ടണൽ വഴി ഞങ്ങൾ തിരികെ മണാലിയിലെ ഹോട്ടലിലെത്തി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.